എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധീഷ് തേനൂർ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു കൂട്ടുകാരൻ ചെയ്തൊരു വീഡിയോ ആണ് അതിൽ ചെയ്തത്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടോ അറിയില്ല. പക്ഷേ ആ വീഡിയോ കാണാത്തതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തിന് പറ്റിയൊരു പണിയാണ്. കാരണം വണ്ടി ഓടിച്ച് നമ്മൾ പകുതിയിൽ ഇപ്പോൾ എണ്ണ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ വഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇന്നിപ്പോൾ വണ്ടി പകുതി ഇതാണോ എണ്ണ തീർന്നിട്ട് ആകെ പെട്ടി കിടക്കുക. അപ്പോൾ ഇവനിപ്പോൾ ഇന്ന് എന്നെ വിളിക്കാൻ പറ്റി. അതുകൊണ്ട് ഞാനിന്ന് എണ്ണ കൊണ്ടേ കൊടുത്ത് വണ്ടിയിൽ ഒഴിക്കാൻ പോവാണ്. എണ്ണ കൊടുത്തു. കാരണം ഇവനിപ്പോൾ ഞാനിന്ന് ഫ്രീ ആയതുകൊണ്ട് ഞാൻ ഈ റൂട്ടിൽ പോകണോണ്ട് ഇവൻ എന്നെ വിളിച്ച് ഞാൻ എണ്ണ കൊണ്ടു കൊടുത്തു. കാരണം എല്ലാ പെട്രോൾ പമ്പിലും അങ്ങനെ എണ്ണ തരില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കൂട്ടുകാരൻ പെട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കുറച്ച് എണ്ണ ഒന്ന് സഹായിക്കണം പറഞ്ഞു. അങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എല്ലാവരും വീഡിയോ കാണുക. വേറെ ഒന്നുമല്ല, 1033 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എവിടെ വെച്ചാൽ വണ്ടി കംപ്ലൈൻറ്റ് വെച്ചാൽ അല്ലെങ്കിൽ എണ്ണ തീർന്നു വെച്ചാൽ അവിടെ അവർ കൊണ്ടുവന്ന് തരും. അപ്പോൾ അതിന് നമുക്ക് ആ പെട്രോളിൻ്റെ കാശ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സംഭവം കാരണം, ഈ ഒരു എണ്ണയുടെ ഇത് കാരണം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോയും കൂടി ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, ഇതുപോലെ എനിക്ക് നല്ല നമ്മുടെ കൂട്ടുകാരനല്ല എല്ലാവർക്കും പറ്റാവുന്ന പ്രശ്നങ്ങളാണ് ഇതുപോലെ എണ്ണ കഴിഞ്ഞ് വണ്ടി പകുതിയിൽ നിൽക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 1033 ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലിറ്റർ എണ്ണ വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് കൊണ്ടുവരുന്നതാണ് ആ വീഡിയോയിൽ പറയണത്. അപ്പോൾ ആ പെട്രോളിൻ്റെ കാശ് നമ്മൾ കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ ഇടയിലേക്ക് എത്തും. നമ്മുടെ പ്രിയ സുഹൃത്ത് അവൻ ആകെ ചമ്മി നിൽക്കുകയാണ്. കാരണം അവൻ പെട്ടുപോയി. അപ്പോൾ എന്നെ എത്തിയപ്പോൾ അവൻ്റെ കാര്യം ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ ഇടയിലേക്ക് എത്തും. എന്തായാലും ഗുഡ് ബൈ, സുധീഷ് തേനൂർ. ഈ ഒരു സംഭവം രാത്രിയിലാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ശരിക്കും പെട്ടുപോകും എല്ലാവരും. അതുകൊണ്ട് പെട്രോൾ പമ്പിൽ എണ്ണ ചോദിച്ച് വരുന്ന ആളുകളുടെ വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മാത്രം പെട്രോൾ കൊടുക്കുക. പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു വേണം പ്രവർത്തിക്കാൻ.